തെരഞ്ഞെടുപ്പ് രംഗത്ത് നേതാക്കളുടെ ചട്ടലംഘനം തുടർക്കഥയാവുകയാണ്. താക്കീതുകളിൽ ഒതുങ്ങാത്ത ഈ ലംഘനങ്ങൾ അവസാനം സുപ്രീം കോടതിയിൽ വരെ എത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സുപ്രീം കോടതി വിമർശിച്ചതോടെ നടപടിയുമായി കമ്മീഷൻ എത്തി. ചില്ലറ നടപടികൾ കൊണ്ട് മാത്രം തീരുന്നതാണോ ഈ വിഷയം? പ്രചാരണ രംഗത്ത് നേതാക്കൾ പരിധി വിടുകയാണോ? പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാം. ഇപ്പോൾ മുതൽ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0471661588. ഒരിക്കൽ കൂടി ചോദ്യം: പ്രചാരണ രംഗത്ത് നേതാക്കൾ പരിധി വിടുന്നു. കണ്ണൂരിൽ നിന്ന് ദാസൻ എന്ന പ്രശ്നം ചേരുകയാണ്. ദാസന്റെ അഭിപ്രായം എന്താണ്? പ്രചാരണ രംഗത്ത് ഇപ്പോൾ നേതാക്കൾ പരിധി വിടുന്നു എന്ന അഭിപ്രായമാണോ ഉള്ളത്? നേതാക്കന്മാർ പരിധി വിടുന്നുണ്ട്. എങ്ങനെയും എന്തെങ്കിലും പറഞ്ഞിട്ട് ആൾക്കാരെ എന്തെങ്കിലും പോകത്തിലാന്ന് പറയുന്നത് പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ പരിഹരിക്കുക. ഇതിന്റെ ആവശ്യമില്ല. ജനങ്ങൾക്ക് കൃത്യമായിട്ട് കേരളത്തിലെ വോട്ടർമാർക്ക് കൃത്യമായിട്ട് നല്ല ബോധമുള്ള വോട്ടർമാരാണ്. അവർ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ ശബ്ദ മലിനീകരണം ഉണ്ടാക്കിയിട്ട് നേതാക്കന്മാർ സംവിധാനം പാലിക്കേണ്ട കാലം കഴിഞ്ഞുപോയി. കാരണം ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ ആർക്കെങ്കിലും വോട്ട് ചെയ്യണമെന്നുണ്ട്. ഈ സാധാരണ ഉത്തരേന്ത്യയിലെ പോലത്തെ ആൾക്കാരില്ല ഈ നമ്മളെ മലയാളികൾ നല്ല ബോധമുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇത് നിയന്ത്രിക്കണം നേതാക്കന്മാർ. ശരി, നന്ദി ദാസൻ പ്രതികരിച്ചതിന്. നാസർ ചേരുകയാണ് പെരുമ്പാവൂരിൽ നിന്ന്. നാസർ, പൊതുവെ പ്രചാരണ വിഷയങ്ങളിൽ ഉയർന്നു വരേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വികസന കാര്യങ്ങളാണ്. നമ്മുടെ നാടിനെ എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ആ രീതി മാറിയിരിക്കുകയാണ്. പ്രത്യാരോപണങ്ങൾ കൊണ്ട് എങ്ങനെ വോട്ട് പിടിക്കാം, അല്ലെങ്കിൽ ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രീതി നല്ലതാണോ? നേതാക്കൾ ഈ പ്രചാരണ വിഷയത്തിൽ പരിധി വിടുന്നുണ്ടോ? അല്ല, അത് ഒട്ടും ശരിയല്ല. കാരണം നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ തന്നെ ഇന്നലെ സുപ്രീം കോടതി വിമർശിക്കുന്നതിന്റെ ഒരു രീതിയിലേക്ക് വന്നു. അതിന് എന്റെ ഓർമ്മയിൽ വരുന്നത് നമ്മള് TN ശേഷനെ പോലെയുള്ള ഒരു ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. അന്ന് TN ശേഷൻ പോലെയുള്ള ഇലക്ഷൻ കമ്മീഷൻ ഇരുന്നപ്പോൾ നമുക്ക് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. അതിന്റെ അധികാര പരിധി എന്താണെന്ന് ജനങ്ങൾ അറിയുകയും ചെയ്തതാണ്. പക്ഷെ ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷനൊന്നും അങ്ങനത്തെ ഒരു ശക്തി ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വടകരയിൽ നിന്ന് നാണു ചേരുകയാണ്. നാണുവിന്റെ അഭിപ്രായം എന്താണ്? പ്രചാരണ രംഗത്ത് നേതാക്കൾ പരിധി വിടുന്നുണ്ടോ? അത്ഭുതം മാഡം. രാഹുൽ ഗാന്ധി പറയുകയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനമന്ത്രി കള്ളനാണെന്ന്. എന്തൊരു അത്ഭുതമായത്! ഇതെന്താ സ്ഥിതി? ഈ രാഹുൽ ഗാന്ധി എന്തൊരു പച്ച കള്ളാണ് ഈ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ്. നന്ദി നാണു പ്രതികരിച്ചതിന്. മഹാരാഷ്ട്രയിൽ നിന്ന് അനീഷ് ചേരുകയാണ്. അനീഷ്, പറഞ്ഞോളൂ. ഇപ്പോൾ മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിലാണ് യോഗി ആദിത്യനാഥ്, മായാവതി പോലെയുള്ളവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിരിക്കുന്നത്. പ്രചാരണ രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതും. ഈ രീതിയിൽ നേതാക്കൾ പ്രചാരണ രംഗത്ത് പരിധി വിടുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത് ഇപ്പോൾ? അതെ, തീർച്ചയായിട്ടും അതുപോലുള്ള പരിധി വിടുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. മായാവതിയെ പോലെയുള്ള വ്യക്തികൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ താക്കീത് കൊടുത്തത് വളരെയധികം നല്ല കാര്യമാണ്. ആ രീതിയിലുള്ള കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തില് ഇപ്പോ പ്രധാനമന്ത്രി അതുപോലെ തന്നെ അമിത്ഷാ ഈ സമുന്നതരായിട്ടുള്ള നേതാക്കളുടെ പേരിൽ പോലും അതുപോലെയുള്ള താക്കീതുകൾ ആവശ്യമാണ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഈ ഇലക്ഷൻ നല്ല രീതിയിൽ നടന്നു പോവുകയുള്ളൂ. ജനങ്ങൾ എന്തായാലും ഇതൊക്കെ കാണുന്നുണ്ട്. അവര് അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്യും. ശരി, നന്ദി അനീഷ് പ്രതികരിച്ചതിന്. ജിജിമോൻ ചെല്ലുകയാണ്. ജിജിമോൻ, എന്താണ് അഭിപ്രായം? നേതാക്കളുടെ ഈ രീതിയിലുള്ള പ്രസംഗങ്ങൾ ഒഴിവാക്കേണ്ടതല്ലേ? എങ്ങനെയായിരിക്കണം പൊതുവെ ഒരു പ്രചാരണം എന്ന് പറയുന്നത്? നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത്. ആ ജന നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മതേതരത്വം. ജിജിമോൻ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴേക്ക് മതേതരത്വം പുലർത്തുന്ന രീതിയിൽ എല്ലാ മതസ്ഥരും എല്ലാ ജാതി ചിന്താഗതിക്കാരും നിലവാരത്തിൽ വരേണ്ട നമ്മുടെ രാജ്യവും രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. ആ രീതിയിൽ മറ്റേ വർഗീയ രീതിയിലോ മറ്റു ജില്ല പോകാൻ അത് TN ശേഷൻ പോലുള്ള തെരഞ്ഞെടുപ്പ് അന്വേഷകരും ഇപ്പം ടിക്കാറാം വീണ എന്ന് പറഞ്ഞ കമ്മീഷൻ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കൂടുതൽ ശക്തി പകരുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വവും ഈ വിപ്ലവ ശക്തി ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നിലപാടുണ്ടാകണമെന്നാണ് എന്റെ അഭിപ്രായം.
ശരി, നന്ദി ജിജിമോൻ. പ്രതികരിച്ചതിന് പിണറായിയിൽ നിന്ന് പ്രേമൻ ചേരുകയാണ്. പ്രേമൻ, ഇവിടെ കേരളത്തിൽ ശബരിമല വിഷയം ഉന്നയിച്ചുകൊണ്ട് വോട്ട് തേടരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. പക്ഷെ ആ രീതിയിലൊന്നുമല്ല നടക്കുന്നത്. ശ്രീധരൻ പിള്ള തന്നെ പൊതുസമ്മേളനത്തിലാണ് പറഞ്ഞത് ശബരിമല വിഷയം ഉന്നയിച്ചാൽ ആർക്കാണ് തടയാൻ കഴിയുക. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് നടത്തുന്നത്. ആ രീതിയിലാണ് പ്രചാരണ രംഗം മുന്നോട്ട് പോകുന്നത്. ബിജെപിയുടെ കാര്യം മാത്രമല്ല, മറ്റ് പല നേതാക്കളും ആ രീതിയിൽ തന്നെയാണ് പ്രസംഗിക്കുന്നതും. ഈ രീതിയിൽ പ്രചാരണ രംഗത്ത് നേതാക്കൾ പരിധി വിടുന്നു എന്ന അഭിപ്രായമാണോ ഉള്ളത്? ദേശീയ തലത്തിൽ തന്നെ ബിജെപിയുടെ പല നേതാക്കളും ചട്ടലംഘനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അത് നമ്മളെല്ലാം കാണുന്നുണ്ട്. പല മേഖലകളിലും ബിജെപിയുടെ പല നേതാക്കളും അതുപോലെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാ മേഖലയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ചട്ടലംഘനം നടത്തുന്നവർക്കെതിരായിട്ട് ശക്തമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതാണ് എന്റെ അഭിപ്രായം. നന്ദി പ്രവൻ. പ്രതികരിച്ചതിന് റാന്നിയിൽ നിന്ന് അബ്രഹാം ചേരുകയാണ്. അബ്രഹാം, പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? ഇന്ത്യ കണ്ടിട്ടുള്ളത് ഏറ്റവും മോശമായ പ്രധാനമന്ത്രിയാണ്. വാജ്പേയി ആണെങ്കിൽ ഇതിനെക്കാട്ടിൽ ബിജെപിയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം എന്ത് ഡീസന്റ് ആയിരുന്നു. ഇതെന്താ വർത്തമാനം പറയുന്നത് ഇതൊക്കെ? എബ്രഹാം, ഇപ്പോൾ പല നേതാക്കൾക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രചാരണ രംഗത്ത് നിന്ന് മാറി നിൽക്കണം, ആ രീതിയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ വിലക്ക് വരെ വന്നിരിക്കുകയാണ്. പ്രചാരണ രംഗത്ത് നേതാക്കൾ പരിധി വിടുന്നു എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ശരി, എബ്രഹാം പ്രതികരിച്ചതിന് വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? അല്ല, എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നായിന്റെ കടി പണ്ടത്തെ കണക്ക് ഏക്കുന്നില്ല. അതെന്ന് പറഞ്ഞാൽ പണ്ട് രക്തം തിളയ്ക്കുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞു നമ്മൾ കൊച്ചു പയ്യന്മാരൊക്കെ ആയിരുന്നു. ഇപ്പം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ സ്ത്രീകളിലോടാണ് ഒരു കാര്യം പറയാനുള്ളത്. കൊച്ചു പിള്ളേരെ സ്കൂളിലോട്ട് വിടുമ്പോഴും പള്ളിയിലോട്ട് വിടുമ്പോഴും അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം എന്താണെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അതിന് രൂപമോ ഭാവമോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പന്മാരുടെ ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. ഈ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ 2-3 പീസായിട്ട് വിഭജിക്കപ്പെട്ടതിന് ശേഷമാണ്. പക്ഷെ അതിനുശേഷം ഈ രാജ്യത്തിന്റെ ഏരിയ തിരിച്ചു പിടിക്കാൻ, അതായത് പറഞ്ഞാൽ എന്താണ് ഇന്ത്യ എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ മാപ്പ് കാണുന്നത് ഇപ്പോഴത്തെ ഇന്ത്യ അല്ല. അതിന് ഈ രാഷ്ട്രീയക്കാരുടെ ഒരു ടാക്ടിക്സ് കളിക്കണം. കാരണം എന്തായാലും ഇവർ തറക്കളി കളിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ തറക്കളി കൂടെ രാജ്യത്തിന്റെ ഏരിയ കൂട്ടാനുള്ള കാര്യം നോക്ക്. ഇവർ ഉള്ളതും കൂടെ കുറയ്ക്കാൻ നോക്കാതെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിനിമം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് നമ്മുടെ വരട്ട്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നേ. ശരി, നന്ദി വിഷ്ണു. പ്രതികരിച്ചതിന് കോഴിക്കോട് നിന്ന് അച്യുതൻ എന്ന പ്രശ്നം ചേരുന്നു. അച്യുതൻ, ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് വോട്ട് പിടിക്കുക, സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രസംഗം നടത്തുക, ഈ രീതിയിലായിരിക്കണോ പ്രചാരണ രംഗത്ത് നേതാക്കൾ വോട്ട് തേടേണ്ടത്? എന്താണ് അഭിപ്രായം? തെരഞ്ഞെടുപ്പിൽ കളവ് പറയരുതെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പറയുന്നത്. മോദി കളവ് പറഞ്ഞെന്ന് പിണറായി പറയുന്നു. ഭക്തരെടുത്ത് ശബരിമല സ്വാമിയുടെ പേര് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ശബരിമലയിൽ പറയുന്നു. പക്ഷെ ശബരിമല തിരുമുറ്റത്ത് വെച്ചിട്ട് സ്വാമി ശരണം വിളിച്ചവരെ പിടിച്ചുകൊണ്ടൊന്നും അതല്ലേ കാണിക്കുന്നത്? ശരി, നന്ദി അച്യുതൻ. പ്രതികരിച്ചതിന് നിലമ്പൂരിൽ നിന്ന് ലാലു എന്ന പ്രശ്നം ചേരുന്നു. ലാലു, ശബരിമല വിഷയം ഉന്നയിച്ചുകൊണ്ട് വോട്ട് തേടരുത് എന്ന് ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടും ഈ വിഷയം തന്നെയാണ് പ്രചാരണ രംഗത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെടുന്നത്. അതിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രീതിയിലുള്ള പ്രചാരണ രംഗത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കുന്ന രീതി അത് ഒഴിവാക്കേണ്ടത് തന്നെയല്ലേ? ഹലോ ലാലു, പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? പറഞ്ഞോളൂ. ഈ ശബരിമല വിഷയത്തെ മാത്രം ഊന്നിക്കൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ മതവിഭാഗങ്ങളുടെയും ഒരു മതത്തിന്റെ കാര്യങ്ങളും രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്, മതത്തിന്റെ പേര് ഉപയോഗിക്കരുത് എന്നല്ലേ പറയണ്ടേ? ഇപ്പം ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് മതത്തിന്റെ പേര് ഉപയോഗിച്ചിട്ടാണ്. അവരുടെ ചിഹ്നം എന്താണ്? ചന്ദ്രക്കല. അതൊരു മതത്തിന്റെ അല്ലേ? അതിലൊന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ ഇടപെടാത്തത്? ശബരിമല മാത്രം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു മതത്തിന്റെയും ഇടപെടൽ മതത്തിന്റെ പേരിലും ചിഹ്നങ്ങളും അടയാളങ്ങളും ഉപയോഗിക്കരുത് എന്നല്ലേ പറയേണ്ടത്? എന്തിന് ശബരിമലയെ മാത്രം ഊന്നി പറയേണ്ട കാര്യം എന്താ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതത്തിന്റെ പേരല്ലേ അതിൽ പറയുന്നത്? അവരുടെ ചിഹ്നം എന്താണ്? ചന്ദ്രക്കല. അത് മതേതരത്തിന്റെ ചിഹ്നം അല്ലല്ലോ. അതെന്താ ചിന്തിക്കാത്തത്? അപ്പൊ ഒരു മതത്തെ മാത്രം ഇതൊക്കെ അവരധികാരത്തിൽ വരരുത്, അല്ലെ അവരെ മാത്രം ഇത് ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത്? അത് എല്ലാ മതവിഭാഗങ്ങളും ബാധിക്കുന്ന കാര്യം തന്നെയല്ലേ? മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതല്ലേ എന്താ ഇടപെടാത്തത്? ശബരിമല മാത്രം എന്താ ഇടപെടണം? ശബരിമല ഇടപെടുമ്പോൾ അതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി. ശബരിമല ഇടപെടണം എന്താ സത്യത്തിൽ എന്താ എങ്ങനെ ഇടപെടണേ? ശബരിമലയിൽ കേരളത്തിലെ ഗവൺമെന്റ് ശബരിമലയിൽ എടുത്ത നിലപാടുകൾക്കെതിരെയാണ് ഗവൺമെന്റ് ഈ ഭക്തജനങ്ങൾ ഇടപെട്ടത്. അത് ഹൈക്കോടതിക്കെതിരെയല്ല, അവരെടുത്ത നിലപാട്. ഈ കേരളത്തിലെ ഗവൺമെന്റ് ശബരിമലയിൽ എടുത്ത നിലപാടുകൾ എന്താണ്?
ആ നിലപാടുകൾ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ നിലപാട് ഗവൺമെന്റ് എടുക്കാൻ പാടില്ലായിരുന്നല്ലോ. ആ ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാടുകൾ എടുത്തതിന്റെ പേരിലാണ് അതിങ്ങനെ ഇലക്ഷൻ സമയത്ത്. നന്ദി ലാലു പ്രതികരിച്ചതിന്. ആര്യനാട് നിന്ന് പ്രദീപ് ചേരുകയാണ്. പ്രദീപ് പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? എന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ പിന്നെ ജാതിയുടെയും മതത്തിന്റെയും പേരിലേക്ക് രാഷ്ട്രീയം കൊണ്ടെത്തിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയിരിക്കുകയാണ്. നന്ദി പ്രദീപ് പ്രതികരിച്ചതിന്. ആനന്ദകൃഷ്ണൻ എന്ന പ്രശ്നം ചേരുന്നു. ആനന്ദകൃഷ്ണൻ പറഞ്ഞോളൂ, നേതാക്കൾ പ്രചാരണ രംഗത്ത് പരിധി വിടുന്നു എന്ന അഭിപ്രായമാണോ ഉള്ളത്? അതെ, ഒരു സംശയമില്ല. അത് ഒരു പാർട്ടി എന്നല്ല, എല്ലാ പാർട്ടികളും. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റിലെ ഓഫീസേഴ്സും വേണ്ടുന്ന തരത്തിലുള്ള ഒരു നിയന്ത്രണം ഈ കാര്യത്തിൽ നടപടി മുന്നേ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വഷളാവൂല ആയിരുന്നു. അത് ഒരു പാർട്ടിയെ കുറിച്ചിട്ടല്ല, എല്ലാ പാർട്ടികളും. സ്ത്രീകളെ വിഷയത്തിന്റെ അടക്കം സ്ത്രീ ശാക്തീകരണം പറയുന്ന പാർട്ടി അടക്കം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഉത്തരേന്ത്യയിലെല്ലാം പറയുന്ന നേതാക്കന്മാർ പറയുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇത് പിന്നെ ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഇത്രയും പരിധി വിട്ടിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കർക്കശമായിട്ടുള്ള നിയന്ത്രണം ഈ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവരവരെ ഡ്യൂട്ടി ചെയ്യുന്നില്ലെങ്കിൽ ഉള്ള ഭവിഷ്യത്തല്ലേ ഇത്? ഒരു കമ്മീഷനല്ലേ ഇത്? കമ്മീഷന്റേതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യണ്ടേ? സുപ്രീം കോടതിക്ക് ഇടപെടേണ്ട ആവശ്യം വന്നില്ലേ? ശരി, നന്ദി ആനന്ദകൃഷ്ണൻ. കോഴിക്കോട് നിന്ന് ശരത് ചേരുകയാണ്. ശരത്, ഏതെങ്കിലും ഒരു പാർട്ടിയെക്കുറിച്ച് മാത്രമല്ല നമ്മളിവിടെ പറയുന്നത്, എല്ലാവരുടെയും കാര്യം തന്നെയാണ്. ഈ രീതിയിൽ പ്രചാരണ വേദികളിൽ സംസാരിക്കുമ്പോൾ എത്രത്തോളം നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതുണ്ട്? അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇല്ല എന്നാണ് കരുതുന്നത്. പ്രചാരണ രംഗത്ത് നേതാക്കൾ പരിധി വിടുന്നു എന്ന ചോദ്യമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ഉന്നയിച്ചത്. ഇത്തരത്തിൽ പല നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ചട്ടലംഘനം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകരും പ്രതികരിക്കുന്നത്. ഇതിന് നേരെ കർശനമായ നടപടി വേണമെന്നും അവർ അഭിപ്രായപ്പെടുന്നു.